അര കിലോ വൃത്തിയാക്കിയ ചിക്കൻ കഷ്ണങ്ങളിലേക്ക് 1/4 കപ്പ് കട്ടത്തൈര്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ഉപ്പുപൊടി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 പിടി മല്ലിയില അരിഞ്ഞത്, 1 പിടി പുതിനയില അരിഞ്ഞത്, ഇതെല്ലാം കൂടി ചേർത്ത് നന്നായി ഇളക്കിയ ശേഷം അടച്ചു വയ്ക്കുക. ഒരു കുക്കർ ചൂടാകുമ്പോൾ 3 ടേബിൾ സ്പൂൺ നെയ്യും ഓയിലും കൂടെയുള്ള മിക്സ് ഒഴിച്ചിട്ട് ചൂടാകുമ്പോഴേക്കും മീഡിയം സൈസിലുള്ള 2 സവാള കനം കുറച്ച് അരിഞ്ഞത്, കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ വറുത്ത് കോരി മാറ്റി വയ്ക്കുക. അതേ കുക്കറിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് 2 മീഡിയം സവാള അരിഞ്ഞതും, അല്പം ഉപ്പ്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, ചതച്ചു വെച്ച 5-6 പച്ചമുളകും, ഒരു വലിയ തക്കാളി അരിഞ്ഞതും ചേർത്ത് നന്നായി വഴറ്റിയിട്ട് അതിലേക്ക് ചിക്കനും കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും കുറച്ച് വറുത്ത സവാളയും കൂടെ 1/2 ടീസ്പൂൺ ഗരം മസാലയും അല്പം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് അടച്ചു വെച്ച് വേവിക്കുക. ചിക്കൻ പകുതി വേവാകുമ്പോൾ 300 ഗ്രാം ബിരിയാണി അരി കഴുകിയതും ഉപ്പിട്ട് തിളപ്പിച്ച അരിയുടെ അതേ അളവിലുള്ള വെള്ളവും കൂടെ ചേർത്ത് ഹൈ ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കി ഒരു വിസിൽ വരുമ്പോൾ തീ ഓഫാക്കിയിട്ട് 5 മിനിറ്റ് കഴിഞ്ഞ് വറുത്ത് വെച്ചിരിക്കുന്ന സവാളയും കുറച്ച് മല്ലിയിലയും എല്ലാം കൂടെ ചോറിൽ ചേർത്ത് ഇളക്കി 5 മിനിറ്റ് കൂടി ഒന്ന് അടച്ചു വെച്ചിട്ട് എടുത്താൽ അടിപൊളി ബിരിയാണി റെഡി.